പറയാം. ഇന്നത്തെ പത്രവാർത്തകൾ അറിയാമല്ലോ. ഇന്നലെ വലിയൊരു നേട്ടത്തിലേക്ക് രാജ്യം പോയ ഒരു ദിവസം എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്വാഭാവികമായും നമ്മളുടെ ശുഭാംശു ശുക്ലയുടെ ആ നേട്ടം, അല്ലെങ്കിൽ ആ സംഘത്തിൻ്റെ ചരിത്ര നേട്ടം വാനോളം ഉയർന്ന ഒരു ദിവസം, അതിൻ്റെ വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള നേട്ടത്തിൻ്റെ മറ്റ് അതിൻ്റെ ഓരോ ആംഗിളുകൾ പരിശോധിക്കുന്ന പത്രവാർത്തകളുടെ ദിവസം എന്ന് നമുക്ക് പറയാം. ഏതായാലും അതിലേക്ക് തന്നെയാണ് രാജ്യത്തെ എല്ലാ പത്രങ്ങളും ആ വാർത്തയിലേക്ക് തന്നെ പോയിരിക്കുന്ന ഒരു ദിവസം. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള ഒരു ദിവസം എന്ന് പറയാവുന്ന ആ മണിക്കൂറുകൾ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകളെല്ലാം തന്നെ. ഏതായാലും മലയാളം പത്രങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെക്കുറിച്ച് ശ്രീജിത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ആ നേട്ടത്തിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തിയ ദിവസം എന്ന നിലയിൽ വളരെ മനോഹരമായ തലക്കെട്ടുകളോടെ വാർത്തകൾ നൽകിയിരിക്കുന്നു എന്ന് പറയാം. അതിൽ ഞാൻ ഏതായാലും ഈ ദിവസത്തെ ഈ ഒരു പ്രത്യേകത വെച്ചുള്ള എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടുകളിലേക്ക് തന്നെ പോകുന്നു. അത് വളരെ മനോഹരമായ ഭാഷയിലും വലിയ രീതിയിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ലേഔട്ടിൽ എല്ലാം തന്നെ വന്നിരിക്കുന്ന ഒരു ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും മാധ്യമം പത്രം വിൺമാളികയിൽ എന്നാണ് ഇന്നത്തെ ഈ ചരിത്ര നേട്ടത്തെ സംബന്ധിച്ച്, ഈ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ സംഘം, അല്ലെങ്കിൽ ആദ്യ ഇന്ത്യക്കാരനാകുന്ന ശുഭാംശു ശുക്ലയെക്കുറിച്ചുള്ള വാർത്തയിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന ആ വാർത്തയിലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ തലക്കെട്ടതാണ് വിൺമാളികയിൽ എന്നാണ്. ഒപ്പം വീക്ഷണം പത്രത്തിൻ്റെ താരാപഥം ചേതോഹരം എന്നാണ്. ഇത്തരത്തിലുള്ള വളരെ രസകരമായ കൗതുകമുള്ള തലക്കെട്ടുകളുടെ ദിവസം എന്ന് തന്നെ പറയാം. ജന്മഭൂമി ആകാശവും കടന്ന് അഭിമാനം എന്ന് ജന്മഭൂമി പറയുന്നു. ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ അതിൻ്റെ ചിത്രം സഹിതം, ഒപ്പം ഈ ആക്സിയം 4ൻ്റെ ദൗത്യം ആ സമയത്ത് അത് ഡോക്ക് ചെയ്ത സമയത്തുള്ള ശുക്ലയുടെ വീട്ടുകാരുടെ പ്രതികരണം അടക്കം, അല്ലെങ്കിൽ ആ ചിത്രമടക്കം നൽകിയിരിക്കുന്നു. ഒപ്പം ദീപിക, ചരിത്ര ചിറകിൽ എന്നാണ് ദീപിക പത്രം എഴുതിയിരിക്കുന്ന തലക്കെട്ട്. അതിലും ഈ ചിത്രം സഹിതം തന്നെ വാർത്ത നൽകിയിരിക്കുന്നു. ജനയുഗം എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ പാദമുദ്ര എന്നാണ് ജനയുഗത്തിൻ്റെ തലക്കെട്ട്. ഒപ്പം കേരള കൗമുദിയിലേക്ക് പോയാൽ ശുഭകരം എന്ന് കേരള കൗമുദി തലക്കെട്ട് നൽകിയിരിക്കുന്നു. ശുഭാംശുവിനെ 2 ആഴ്ച പരീക്ഷണ ദിനങ്ങൾ എന്ന് നൽകിയിരിക്കുന്നു. ഗഗൻയാന് മുമ്പൊരു അനുഭവ പാഠം എന്ന് അതിൻ്റെ ഒരു സൈഡ്, ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. മംഗളം ഭാരതപുത്രൻ ഭാരമില്ലാ നിലയത്തിൽ എന്ന് മംഗളം നൽകിയിരിക്കുന്നു. ശുഭചരിതം എന്ന് ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ദേശാഭിമാനി ഉൾപേജിൽ ഉൾപ്പെടെ അത് വളരെ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട്. 60ഓളം പരീക്ഷണങ്ങൾക്ക് സംഘം നേതൃത്വം നൽകും എന്നുള്ള കാര്യം എഴുതിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യക്ക് അഭിമാന നിമിഷം എന്ന് ദേശാഭിമാനി പറയുന്നു. ശുഭാംശു എന്നാണ് സുപ്രഭാതത്തിൻ്റെ ഈ വാർത്ത അവർ നൽകിയിരിക്കുന്ന തലക്കെട്ട്. ശുഭാംശം എന്നാണ്. അതുപോലെ ചുവട് വെച്ച് ചരിത്രം എന്ന് മെട്രോ വാർത്ത എഴുതുന്നു. ശുഭചരിതം എന്ന് ചന്ദ്രിക എഴുതിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് പത്രങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പത്രങ്ങളടക്കം. ഏതായാലും ഈ തലക്കെട്ടിലേക്കും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കും പോയൊരു ദിവസം നമ്മളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഏതായാലും ഈ രീതിയിലുള്ള ഒരു തലക്കെട്ടുകളിൽ നിന്ന് നമുക്ക് തിരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് 2 പത്രങ്ങളിലേക്ക് വരാം. അത് മാതൃഭൂമി മലയാള മനോരമയാണ്. മനോരമയെ സംബന്ധിച്ച് ആകാശ വീട്ടിൽ എന്ന മലയാള മനോരമ തലക്കെട്ട് നൽകിയിരിക്കുന്നു. 28 മണിക്കൂർ സഞ്ചരിച്ച് ബഹിരാകാശ നിലയത്തിലെത്തി എന്ന് എഴുതിയിരിക്കുന്നു. ബഹിരാകാശ നിലയിൽ കണ്ണുനട്ട് ലക്നൗ എന്ന വീട്ടിലെ അവിടുത്തെ ലക്നൗവിലെ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം സംബന്ധിച്ച്, അവരുടെ ഒരു വൈകാരികമായ ഒരു അവസ്ഥയെ സംബന്ധിച്ചും കൂടെ 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാംശുവിൻ്റെ ഗൃഹപ്രവേശം അദ്ദേഹത്തിൻ്റെ നാടായ ലക്നൌവിന് ആഘോഷമായി എന്ന് പറഞ്ഞിരിക്കുന്നു. സിറ്റി മോണ്ടിസോറി സ്കൂളിൽ അവരുടെ പഠിച്ചിരുന്ന, അതായത് അവിടെ CMS എന്ന് പറയുന്ന ലക്നൌവിലെ ഏറ്റവും വലിയ, ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. ആ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കൗതുകമുള്ള ഒരു കാര്യം കൂടെ അതിനകത്ത് ചേർത്തിരിക്കുന്നു. ഒപ്പം ഉൾപേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കുതിച്ചുയർന്നു പിന്നെ ശൂന്യതയിൽ ഒഴുകി എന്നുള്ള ഒരു തലക്കെട്ടുള്ള ഒരു പ്രത്യേക
അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നൽകിയിരിക്കുന്നു. അന്ന് റഷ്യൻ കുടുംബം, ഇന്ന് കൂട്ടുകുടുംബം എന്ന് ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് 4 പതിറ്റാണ്ടിൻ്റെ ഇടവേളകൾ, 2 യാത്രകൾ, വലിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ദൗത്യത്തിനുമായി ബന്ധപ്പെട്ട് അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാകേഷ് ശർമ്മയുടെ ആ ദൗത്യവുമായി ബന്ധപ്പെട്ട വാർത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും മാതൃഭൂമി ബഹിരാകാശത്ത് നമ്മളിലൊരാൾ എന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നു. വീണ്ടും ചരിത്രം എന്നാണ് പറയുന്നത്. ഒപ്പം അതിൻ്റെ ഉൾപേജിൽ ചരിത്ര നിമിഷം പിറന്നതിനെക്കുറിച്ച് ഇന്ത്യയുടെ ഒരു ഹൃദയപൂർവ്വമുള്ള അഭിനന്ദനത്തെ സംബന്ധിച്ച് ISRO ഈ ദൗത്യത്തെ അഭിനന്ദിച്ചത് സംബന്ധിച്ച് നൽകിയിരിക്കുന്നു. ഒപ്പം ഇതെങ്ങനെയാണ് ഈ ഡോക്കിംഗ് നടക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു ഇൻഫോഗ്രാഫിക്സ് മാതൃകയിലുള്ള ഒരു വിശദാംശവും അതിനകത്ത് നൽകിയിരിക്കുന്നു. എന്താണ് ആക്സിയം 4, എന്താണ് അറിയാം എന്നെല്ലാം അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ 14 ദിന ദൗത്യത്തിൻ്റെ 60ഓളം പരീക്ഷണങ്ങളുടെ വിശദാംശങ്ങൾ, വോയേജർ ഡിസ്പ്ലേ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് എല്ലാം തന്നെ വിശദമായുണ്ട്. ഒപ്പം അതിൽ കൗതുകമുള്ളൊരു മറ്റൊരു വാർത്ത അല്ലെങ്കിൽ അതിനകത്ത് കൗതുകമായ ഒരു ഐറ്റം നമ്മൾ കണ്ടത് ഈ മാതൃഭൂമിയുടെ പേജിലാണ്. അതായത് കുട്ടനാടിൻ്റെ പെരുമ ഉയർത്തി വാനിലുണ്ട് ഉമ എന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു രസകരമായ കൗതുകരമായൊരു അനുബന്ധം ചേർത്തിരിക്കുന്നു. കാരണം ബഹിരാകാശത്തേക്ക് ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയ്ക്കൊപ്പം പറന്നുയർന്ന ഉമ നെൽവിത്ത് പിറന്നത് കുട്ടനാട്ടിൽ എന്നാണ്. അതായത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് 3 പതിറ്റാണ്ട് മുൻപ് പിറവിയെടുത്തതാണ് ഉമ. ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞ ദേവികയുടെ മകളുടെ പേരാണത്. അപ്പോൾ ഈ പ്രത്യേകത കൂടി ഇതിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടൊരു കേരള കണക്ഷൻ കൂടെ വെച്ചുകൊണ്ടുള്ള വളരെ രസകരമായ രീതിയിൽ ഏതായാലും ഈ വാർത്തകളെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകളിലേക്ക് വന്നാൽ നമുക്കറിയാവുന്നതുപോലെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഗോവിന്ദൻ മാഷ് MV ഗോവിന്ദനെതിരായിട്ടുള്ള വിമർശനം എന്ന് 1-ാം പേജിൽ തന്നെ മലയാള മനോരമ നൽകിയിരിക്കുന്നു. കാരണം നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടത്തിയ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ, ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വന്ന ചില പരാമർശങ്ങൾ വലിയ വിവാദം ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് അത് പോകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദന് വിമർശനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് RSSുമായി ഉണ്ടായ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് അല്ലെങ്കിൽ ആ സമയങ്ങളിലുണ്ടായിരുന്ന ചില അഭിപ്രായ യോജിപ്പിൻ്റെ ഒരു കാര്യം ഗോവിന്ദമാഷ് പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള വലിയ വിമർശനം അത് ഈ ഒരു ഘട്ടത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പറയുകയും ആ പറഞ്ഞ MV ഗോവിന്ദൻ പറഞ്ഞ ഒരു മൈക്രോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അത് വളരെ സൂക്ഷ്മാർത്ഥത്തിൽ പറഞ്ഞ കാര്യം സാധാരണക്കാരായ ഒരു മനുഷ്യന് അല്ലെങ്കിൽ വോട്ടർമാർക്ക് അത് എത്ര കണ്ട് മനസ്സിലായിരിക്കും. അത് സ്വാഭാവികമായും CPMനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലേക്ക് പോയി എന്നുള്ള ഒരു വിമർശനം ഏതായാലും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം 1-ാം പേജിൽ ഗവർണർ മുഖ്യമന്ത്രി കത്ത് യുദ്ധം, ഒപ്പം P പ്രസാദും ഗവർണറും ഒരുമിച്ച് വേദി പങ്കിട്ടതിനെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. അതിൽ മറ്റൊരു ഈ MV ഗോവിന്ദൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിമർശന വാർത്തയുടെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയാവുന്നത് രമേശ് ചെന്നിത്തലയും സതീശനുമായുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ ക്യാപ്റ്റനായിരുന്നെങ്കിൽ രമേശ് മേജർ എന്ന് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയ്ക്കുള്ള മറുപടി കൂടെ നൽകിയിരിക്കുന്നു. മുൻപ് തെരഞ്ഞെടുപ്പുകൾ താനുള്ള സമയത്ത് താൻ ഈ പാർട്ടിയെ നയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിരുന്ന സമയത്ത് ജയിച്ചിട്ടുണ്ട്, തന്നെ ആരും ക്യാപ്റ്റനാക്കിയിരുന്നില്ല എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ആ പരിഭവത്തിന് സതീശൻ്റെ മറുപടി നൽകിയിരിക്കുന്നു. ഏതായാലും ഈ പരിഭവങ്ങളെല്ലാം തന്നെ കോൺഗ്രസിൽ പതിവുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ചില ഘട്ടങ്ങളിൽ പോകാറുണ്ട്. അതിന് കോൺഗ്രസ് പറയാറുള്ള ഒരു കാര്യം, ഇത് ഞങ്ങളൊരു കുടുംബമാണ്, ആ കുടുംബത്തിൽ സ്വാഭാവികമായ വഴക്കുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും ആ രീതിയിലേക്ക് പോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ അഭിപ്രായ ഭിന്നതകൾ, ചില ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഏതായാലും രമേശ് ചെന്നിത്തലയുടെയും സതീശൻ്റെയും അസ്വാരസ്യങ്ങളെ സംബന്ധിച്ച വാർത്ത അവർ നൽകിയിട്ടുണ്ട്. കാരണം അത് നിലമ്പൂർ വിജയത്തിൻ്റെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ആ ക്രെഡിറ്റ് മുഴുവനായിട്ട് സതീശന് നൽകേണ്ടതുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം കോൺഗ്രസിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് വളരെ തുറന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ഈ പ്രസ്താവനയെ കാണേണ്ടി വരും. മറ്റൊരു ബിന്നിലെ ഒരു രസകരമായൊരു വാർത്ത ഇന്ന് ഞാൻ കണ്ടത് ഈ മലയാള മനോരമയുടെ സ്പോർട്സ് പേജിലാണ്. അതിൽ കട്ടപ്പനയിലെ ഇടിയിറച്ചി കഴിച്ച ഡേവിഡ് ബെക്കാമിനെ കുറിച്ച്, അതായത് മക്കാവിലെ മലയാളി നടത്തുന്ന ഹോട്ടലിൽ ഇടിയിറച്ചി കഴിച്ചതിനെ കുറിച്ച് ഇപ്പോൾ ബാൻഡിറ്റ് വിത്ത്
കട്ടപ്പന ഇടിയിറച്ചി എന്ന ബെക്കാമിനെ കുറിച്ചുള്ള ആ വാർത്തയിൽ വളരെ രസകരമായൊരു വാർത്തയാണ്. ഒരുപക്ഷെ ഇന്ന് ധാരാളം പേർ വായിക്കാനിടയുള്ള മലയാള മനോരമ വളരെ കൗതുകകരമായിട്ട് നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു രസകരമായ വാർത്ത. മലയാളി ഷെഫിൻ്റെ മക്കാവിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കട്ടപ്പന പോത്തിറച്ചി ഉൾപ്പെടെ നാടൻ കേരള വിഭവങ്ങൾ കഴിക്കാനെത്തി ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാം എന്നാണ്. ചാലക്കുടി സ്വദേശി ജസ്റ്റിൻ പോളിൻ്റെ ജസ്റ്റ് ഇന്ത്യ റെസ്റ്റോറൻറ്റിലാണ് ബെക്കാമും കൂട്ടുകാരും എത്തിയത്. ഏതായാലും കട്ടപ്പനയിലെ ഇടിയിറച്ചി നമുക്കറിയാവുന്നതുപോലെ എക്കാലത്തെയും ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും വലിയ ഫുട്ബോളർമാരിൽ ഒരാൾ എന്ന് നമുക്കറിയാവുന്ന ഡേവിഡ് ബെക്കാം ഏതായാലും കഴിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്കുകളെക്കുറിച്ച് നമുക്കറിയാം. ആ ഫ്രീ കിക്കുകളുടെ മനോഹാരിതയിൽ ലോകം മുഴുവൻ അറിയപ്പെട്ട ബെക്കാം ഏതായാലും കേരളത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ ഒരു കൗതുകം രസകരമാണ്. ഒപ്പം മാതൃഭൂമിയിൽ ഉൾപേജുകളിലേക്ക് പോയാൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ചില വാർത്തകൾ മാതൃഭൂമിയിലുണ്ട്. അതിലൊന്ന് മെസ്സിയുടെ പ്രതിഫലമാണ്. സ്പോർട്സ് വാർത്തകൾ മലയാളിയുടെ പത്രവായനയിൽ എന്തായാലും സ്പോർട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഈ ഇന്റർ മിയാമിയിൽ മെസ്സിക്ക് കിട്ടുന്നത് 175 കോടി എന്നുള്ള മെസ്സിയുടെ പ്രതിഫലം സംബന്ധിച്ച ഒരു വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം 8-ാം പേജിൽ പ്രസാദ് എൻ്റെ സുഹൃത്താണ് എന്നുള്ള ഗവർണറുടെ സൗഹൃദം പങ്കിട്ട ആ പ്രസ്താവന. കാരണം ഇരുവരും വലിയ രീതിയിലുള്ള ഈ ഭാരതാംബ വിഷയത്തിലുള്ള ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയം അതിനെ സംബന്ധിച്ചുള്ള വാർത്ത ഏതായാലും നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത DGPയുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളും മറ്റ് പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം ദേശാഭിമാനിയിൽ വെളിച്ചെണ്ണയുടെ വില കൂടുന്നതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. അത് വായനക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് എന്ന് പറയാം. ഒപ്പം നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് 3 മാസത്തിനിടെയുള്ള സിനിമാ റിലീസുകളുടെ വിജയങ്ങൾ. ധാരാളം സിനിമകൾ റിലീസ് ചെയ്തെങ്കിൽ പോലും വളരെ കുറച്ച് സിനിമകൾ മാത്രം, വീണത് 100-ലേറെ സിനിമകൾ, പണം വാരിയത് 5 മാത്രം എന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നു. ഒപ്പം നാളികേരത്തിൻ്റെ ഉൽപ്പാദനം ഇടിഞ്ഞതോടുകൂടെ വെളിച്ചെണ്ണ വില കുതിക്കുന്ന കാര്യം ഏതായാലും ദേശാഭിമാനി എഴുതിയിട്ടുണ്ട്. ഒപ്പം സുപ്രഭാതത്തിൽ ഇന്ന് എഡിറ്റ് പേജിലുള്ള ഒരു ലേഖനത്തോടുകൂടെ നമ്മുടെ ഈ സെഗ്മെൻറ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യും. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഭാരതാംബ വിഷയത്തിൽ ഉള്ള ഒരു ലേഖനം ഇന്ന് സുപ്രഭാതത്തിൻ്റെ എഡിറ്റ് പേജിലുണ്ട്. ആ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം കൂടിയാണ്. കാരണം ഭാരതവും ഭാരതാംബയും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ TS ശ്യാംകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഗോൾവാൾക്കറുടെ വിചാരധാരയെ അടിസ്ഥാനമാക്കിയുള്ള ഭാരതാംബയുടെ ഭൂപട നിർമ്മാണം, ആ ഭൂപട നിർമ്മാണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു ജിയോഗ്രഫിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ എത്ര കണ്ട് അത് വേറെ തരത്തിലേക്കുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകും, അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ അത് എത്ര കണ്ട് പ്രതിലോമകരമാണ് എന്നുള്ള മട്ടിലാണ് ശ്യാംകുമാർ എഴുതി വച്ചിരിക്കുന്നത്. ഈ രീതിയിൽ വളരെ വിഭിന്നമായ അല്ലെങ്കിൽ കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വാർത്തകളുടെ ദിവസം. ഒപ്പം മഴയുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വരാനിരിക്കുന്നു. ആ രീതിയിൽ എല്ലാവരും അക്കാര്യത്തിൽ വലിയ ആശങ്കയോടുകൂടെ കാണുന്ന ഒരു മണിക്കൂറുകൾ കൂടിയാണ്. ഏതായാലും ധാരാളം വാർത്തകളുള്ള ദിവസം, മഴക്കെടുതിയും മഴയുമുള്ള ദിവസമാണ് ഇന്ന്. പല ജില്ലകളിലും സ്കൂളുകൾക്ക് അവധിയാണ്. ഏതായാലും നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കാം. ഒപ്പം ബിനിലിനും